റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ലാതെ വാണിജ്യമന്ത്രി. ഇതിന്റെ വിശദാംശങ്ങൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുമെന്നായിരുന്നു പ്രതികരണം. അതേസമയം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ 140 കോടി ഇന്ത്യക്കാരുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന സ്ഥിരം പല്ലവി ആവർത്തിക്കുകയായിരുന്നു. കേന്ദ്രം മൗനം തുടരുമ്പോൾ റഷ്യൻ എണ്ണയുടെ കാര്യത്തിലെ ദുരൂഹത ഈ നിമിഷവും തുടരുകയാണ്. ഇതിനിടെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പുനരാരംഭിച്ചാൽ പഴയ തീരുവ പുനഃസ്ഥാപിക്കുമെന്ന് വൈറ്റ് ഹൌസ് ഉത്തരവിറക്കിയിട്ടുമുണ്ട്. അജയ് സുധ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് പീയൂഷ് ഗോയൽ 3 തവണയെങ്കിലും വിശദീകരണം നടത്തിയിട്ടുണ്ട്. അപ്പോഴും അവ്യക്തത തുടരുന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ ഒരു കൃത്യത വരാത്തത്? മാത്രവുമല്ല, ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുമോ എന്ന് നിരീക്ഷിക്കാൻ ഒരു പ്രത്യേക സമിതിയെ അമേരിക്ക ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരം കൂടി വരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? രേണുക, സംയുക്ത പ്രസ്താവനയിൽ ഇല്ലെങ്കിൽ പോലും വൈറ്റ് ഹൗസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഇനി മുതൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പുനരാരംഭിക്കുകയാണെങ്കിൽ മുൻപത്തെ 25% തീരുവ അത് ഇന്ത്യക്ക് മേൽ വീണ്ടും ചുമത്തും എന്നുള്ളൊരു ഭീഷണി കലർന്ന ഉത്തരവാണ് വൈറ്റ് ഹൗസ് പുറത്തുവിട്ടിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയും US-ഉം തമ്മിൽ പുറത്തിറക്കിയ ഈ സംയുക്ത പ്രസ്താവനയിൽ ഈ കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തി എന്നുള്ള ട്രംപിന്റെ ആ വാദത്തെ സംബന്ധിച്ച് ഇതിനു മുൻപേ പീയൂഷ് ഗോയലിനോടാണെങ്കിലും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളിനോടാണെങ്കിലും പല ആവർത്തി മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അവരൊന്നും തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. രേണുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പീയൂഷ് ഗോയൽ പല ആവർത്തി മാധ്യമങ്ങളെ കണ്ട് ഈ ഇന്ത്യ US വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ അത് പങ്കുവച്ചിരുന്നു. അതുമാത്രമല്ല, ഒരു തവണ അദ്ദേഹം ലോക്സഭയിലും ഈ വ്യാപാര കരാറിനെ സംബന്ധിച്ച് പല വിഷയങ്ങളും സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്നും പീയൂഷ് ഗോയൽ ലോക്സഭയിൽ വ്യക്തമാക്കിയ ഒരു കാര്യം 140 കോടി ഇന്ത്യക്കാരുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റും. ആഗോള സാഹചര്യങ്ങളും അതുപോലെ തന്നെ വിപണി സാധ്യതകളും പരിഗണിച്ചാണ് ഇന്ത്യ രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. ഇതിൽ യാതൊരു സമ്മർദ്ദങ്ങൾക്കും ഇന്ത്യ വഴങ്ങില്ല എന്നൊരു പ്രതികരണമാണ് അദ്ദേഹം ലോക്സഭയിൽ നടത്തിയത്. അതുപോലെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളും ഇതേ പ്രസ്താവന അച്ചടിച്ചു വെച്ചതുപോലെ ആവർത്തിക്കുകയായിരുന്നു. പക്ഷേ റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ വൈറ്റ് ഹൗസ് ഇപ്പോൾ പുതിയൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് കാരണമാണ് ഇപ്പോൾ ഈ വിഷയം കൂടുതൽ ദുരൂഹമായി മാറുന്നത്. ഇതിനിടയിൽ റോയിറ്റേഴ്സ്, ഒരു അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള റോയിറ്റേഴ്സ് ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. അവർ അവകാശപ്പെടുന്നത് പ്രകാരം ഇന്ത്യ എല്ലാ മാസവും റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ക്രൂഡ് ഓയിലിൻ്റെ അളവിൽ വലിയൊരു കുറവ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനുവരി മാസത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിച്ച ക്രൂഡ് ഓയിലിൻ്റെ അളവെന്ന് പറയുന്നത് 12 ലക്ഷം ബാരൽ പെർ ഡേ എന്നുള്ള കണക്കനുസരിച്ചാണ്. ഫെബ്രുവരിയിൽ ഇത് 10 ലക്ഷം ബാരൽ പെർ ഡേ എന്നുള്ള കണക്കിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. മാർച്ച് ആകുമ്പോഴേക്കും ഇത് 8 ലക്ഷത്തിലേക്ക് വീണ്ടും താഴാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത്തരത്തിലാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ തന്നെ ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഘട്ടം ഘട്ടമായി എണ്ണ വാങ്ങുന്നത് കുറച്ചു കൊണ്ടുവരുന്നു എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ശരിവെക്കുന്ന തരത്തിലാണ് റോയിറ്റേഴ്സിൻ്റെ പുതിയ റിപ്പോർട്ട് വരുന്നത്. നമുക്കറിയാം, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ക്രമാതീതമായി വർദ്ധിപ്പിച്ചത് 2022 മുതലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ യുക്രൈനിലേക്ക് റഷ്യ ആക്രമണം കടുപ്പിച്ചതിന് ശേഷം ഈ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ചുമത്തിയ ഉപരോധങ്ങളാണ്. ഈ ഉപരോധങ്ങൾ കാരണം റഷ്യ അവരുടെ ക്രൂഡ് ഓയിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ ലഭിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രിമാർ സൂചിപ്പിച്ചതുപോലെ 140 കോടി ഇന്ത്യക്കാരുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വലിയൊരളവിൽ ക്രൂഡ് ഓയിൽ ആവശ്യമുണ്ട്. ഇത് കാരണം തന്നെ ഈ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യ 2022 മുതൽ തന്നെ വലിയ തോതിൽ വാങ്ങിച്ചിരുന്നു. ഇന്ത്യക്ക് റഷ്യ അല്ലാതെ മറ്റ് രാജ്യങ്ങളുടെ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇറാഖിൽ നിന്ന് 10,30,000 ബാരൽ എണ്ണ ഇന്ത്യ വാങ്ങുന്നുണ്ട്. US-ൽ നിന്ന് വാങ്ങുന്നത് വെറും 3 ലക്ഷം ബാരൽ പെർ ഡേ എന്നുള്ള കണക്കിലാണ്. എന്നാൽ പുതിയ വ്യാപാര കരാർ പ്രകാരം അത് കൂട്ടാനുള്ള സാഹചര്യവുമുണ്ട്. ഇന്ത്യ ഇത്തരത്തിൽ റഷ്യയിൽ നിന്ന് നിർത്തി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൂടുതൽ വാങ്ങിച്ചാൽ ഇന്ത്യയിലുള്ള പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമോ എന്നുള്ള ആശങ്കയും പലർക്കുമുണ്ട്. ഇന്ത്യയിൽ അവസാനമായി
പെട്രോളിന് വില വർദ്ധിക്കുന്നത് 2021 നവംബറിലാണ്. അതിനുശേഷം 2022 മാർച്ചിൽ കേന്ദ്ര സർക്കാർ അവരുടെ ഒരു ഈ നികുതി ഇളവും വരുത്തിയതോടെ ഈ പെട്രോളിൻ്റെ വില അത് കൂടുതൽ കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം വില ഇതുവരെ വർദ്ധിച്ചിട്ടില്ല. ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ആ ഒരു സ്ഥിതി നിലവിൽ വന്നാൽ ഈ വില വർദ്ധിക്കുമോ എന്നുള്ള ആശങ്കയും അത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ശരി, ആഭ്യന്തര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുമോ എന്നതുൾപ്പെടെയുള്ള ആശങ്കകളാണ് നിലനിൽക്കുന്നത്. അപ്പോഴും വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടുമില്ല. അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്.